എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഭഗവാന്റെ നാമത്തിലും ഹൃദയത്തിൻ്റെ ഭാഷയിലും എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധ്രുവരാജാവിൻ്റെ കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ധ്രുവരാജാവിൻ്റെ കഥ നമുക്ക് കേൾക്കാം. അപ്പോൾ ആരായിരുന്നു ധ്രുവരാജാവ്? സ്വയംഭൂവ മനുവിൻ്റെ പുത്രന്മാരായിരുന്നു പ്രിയവ്രതനും ഉത്താനപാദനും. അപ്പോൾ ജ്യേഷ്ഠനായിട്ടുള്ള ഈ പ്രിയംവദൻ ലൗകിക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ഏത് സമയവും ഭഗവാനെ ധ്യാനിക്കുന്നതിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം അങ്ങനെ ഹിമാലയത്തിലേക്ക് പോവും. അപ്പോൾ അതോടെ രാജ്യത്തിൻ്റെ ഭരണം നീതിമാനും ധർമ്മിഷ്ഠനുമായിട്ടുള്ള ഉത്താനപാദനിൽ വന്നു ചേരും. അപ്പോൾ നല്ലൊരു ഭരണാധികാരിയായിരുന്നു ഉത്താനപാദൻ. അപ്പോൾ അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യമാരായിരുന്നു സുനീതിയും സുരുചിയും. അപ്പോൾ വളരെ തന്നെ അഹങ്കാരിയും അതേപോലെ സുന്ദരിയായിരുന്നു സുരുചി. എന്നാൽ ധർമ്മിഷ്ഠയും വളരെ തന്നെ ഭഗവാനിൽ വിശ്വാസമൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു സുനീതി. അപ്പോൾ രാജാവിനാണെങ്കിൽ സുന്ദരിയായിട്ടുള്ള ഈ സുരുചിയുടെ ബാഹ്യ സൗന്ദര്യത്തിലായിരുന്നു കൂടുതൽ ആകർഷണം തോന്നിയിട്ടുള്ളത് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് സമയവും കൂടുതൽ സമയവും അദ്ദേഹം സുരുചിയോട് കൂടെയാണ് സമയം ചെലവഴിച്ചിരുന്നത്. അപ്പോൾ സുനീതിയുടെ ഈ ആന്തരിക സൗന്ദര്യമോ സൽഗുണങ്ങളൊന്നും അദ്ദേഹത്തിന് അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ബാഹ്യമായ അതിന് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സുരുചിയിലും സുനീതിയിലും രാജാവിന് ഓരോ പുത്രന്മാർ ജനിക്കും. അപ്പോൾ സുരുചിയുടെ മകന് ഉത്തമൻ എന്ന് പേരിടും, അതുപോലെ സുനീതിയുടെ പുത്രന് ധ്രുവൻ എന്ന് പേരിടും. അപ്പോൾ അതാണ് ധ്രുവൻ. അപ്പോൾ സുരുചിയോടുള്ള പ്രേമം കൊണ്ട് രാജാവ് ഉത്തമനെ കൂടുതലായിട്ട് സ്നേഹിക്കും. എപ്പോഴും ആ കുട്ടിയാണ് കൂടുതലായിട്ട് സ്നേഹിക്കുക. അപ്പോൾ തൻ്റെ മകനെ ഇങ്ങനെ അവഗണിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് സുനീതിക്ക് വളരെയധികം അതിലൊരു ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷേ സുനീതി ആരോടും ഒരു കാര്യങ്ങളും പറയില്ല. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഒക്കെ ഭഗവാനോട് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുഃഖം ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഏത് സമയവും ഭഗവാനെ ഭജിച്ച് വ്രതങ്ങൾ നോറ്റിട്ടുമൊക്കെ അങ്ങനെ അന്തപുരത്തിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കഴിയും. അപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞു പോവും. അപ്പോൾ ഒരു ദിവസം ഉത്തമനും ധ്രുവനും അവരിങ്ങനെ കളികളൊക്കെ കഴിഞ്ഞ് പിതാവിൻ്റെ മടിയിൽ, അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സുരുചി അത് കാണും. അത് കണ്ടപ്പോൾ സുരുചിക്ക് വളരെയധികം കോപം വരും, അങ്ങനെ അസൂയ വരും. അപ്പോൾ അത് കണ്ടിട്ട് സുരുചി ധ്രുവനെ അച്ഛൻ്റെ മടിയിൽ നിന്ന് മാറ്റും. എന്നിട്ട് പറയും, എന്തിനാണ് മഹാരാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കണത്? നിനക്ക് എങ്ങനെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ധൈര്യം വന്നു? അപ്പോൾ സർവ്വലോകത്തിൻ്റെയും രാജാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മടിത്തടം, അതായത് അദ്ദേഹത്തിൻ്റെ മടിയിൽ നിന്നെ പോലുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള യോഗ്യത ഇല്ല. അപ്പോൾ ആ അധികാരം എൻ്റെ പുത്രനായിട്ടുള്ള ഉത്തമന് മാത്രമേ ഉള്ളൂ. കാരണം സദാസമയവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്. നിൻ്റെ അമ്മ ഏത് സമയവും ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഏത് സമയവും അവിടെ സമയം ചെലവഴിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഇതിനുള്ള യോഗ്യത ഇല്ല. അങ്ങനെ ഇനി ധിക്കാരിയായിട്ടുള്ള നിനക്ക് അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കണം എന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മയെ പോലെ ഭഗവാനെ പോയിട്ട് തപസ് ചെയ്തോളൂ, അങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ ഈ കുട്ടിക്ക് അത്ര തന്നെ ഒരു വിഷമം വരും. അങ്ങനെ അമ്മയുടെ അടുത്ത്, മാതാവിൻ്റെ അടുത്ത് എത്തും. എന്നിട്ട് വിഷമം പറയും. ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയണ സമയത്ത് ആ അമ്മയ്ക്ക് ഈ പുത്രന് ഇത്രയൊക്കെ വിഷമതകൾ ഉണ്ടായല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അമ്മയ്ക്കും വളരെയധികം വിഷമം വന്നു. അങ്ങനെ മകനെ തലോടിയിട്ട് അമ്മ പറയും, പുത്ര, എന്താണെന്നറിയോ, നമ്മളൊക്കെ ഈ ഒരു ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ വിധിയെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഭാഗ്യദോഷിയായിട്ടുള്ള ഈ ഒരു അമ്മയുടെ ഉദരത്തിൽ വന്ന് പിറന്നു എന്നുള്ളതാണ് നിൻ്റെ ഭാഗ്യദോഷം. അപ്പോൾ പൂർവ്വജന്മത്തിൽ ഒരുപാട് സുഹൃതം ചെയ്തതുകൊണ്ടാണ് സുരുചിക്ക് എല്ലാ സ്നേഹവും ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റണത് എന്ന് പറയും. അപ്പോൾ ആ അമ്മ ഈശ്വരഭക്തയായതും കൊണ്ടും അത്രയും തന്നെ സൽസ്വഭാവി ആയതുകൊണ്ടുമാണ് ആ പുത്രന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. കാരണം ആ ഒരു സുരുചി അത്രയും തന്നെ ക്രൂരമായിട്ട് ഒരു പെരുമാറ്റം അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും സുനീതി ഒരിക്കലും അതിന് കുറ്റം പറയാതെ അതൊരു പൂർവ്വജന്മത്തിൻ്റെ ഫലമാണ് എന്ന് മകനെ പറഞ്ഞ്
മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ആ അമ്മയുടെ ഒരു ഹൃദയം എത്ര ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഒരു ഇരിപ്പിടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും, നിന്റെ മുജന്മ പാപങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നീ ഭഗവാനെ പോയിട്ട് അഭയം പ്രാപിച്ചോളൂ. ഭഗവാൻ അല്ലാണ്ടേ നമ്മുടെ വിഷമങ്ങൾ മാറ്റാൻ വേറെ ആർക്കും പറ്റില്ല. അപ്പം അതുകൊണ്ട് നദികളൊക്കെ സാഗരത്തിൽ വന്ന് ചേരണത് പോലെ നിന്നിലെ ഭക്തിയും നിന്നിലെ ശുദ്ധിയും ഒക്കെ അനുസരിച്ചിട്ട് ഭഗവാൻ നിന്നിൽ പ്രസാദിക്കും. അപ്പം അതുവരെ നീ കാത്തിരിക്കണം. കാരണം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നിനക്ക് അദ്ദേഹത്തിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കാൻ പറ്റും. ഇപ്പം നീ കുട്ടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഈ കുട്ടിയാണെങ്കിലും ധ്രുവൻ്റെ മനസ്സിൽ വേദന ഒട്ടും കുറഞ്ഞില്ല. വളരെയധികം വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെയധികം വേദന ഉള്ളത് കൊണ്ട് തന്നെ കൊട്ടാരത്ത് നിന്ന് പുറത്തേക്ക് പോയിട്ട് എങ്ങോട്ടാണെന്നില്ലാതെ അങ്ങനെ നടന്നു. അങ്ങനെ നടന്ന യാത്രയുടെ മധ്യത്തിൽ വെച്ചിട്ട് സപ്തർഷിമാരെ കണ്ടു. ആരായിരുന്നു സപ്തർഷിമാര്? മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ. അപ്പോൾ ഇവരാണ് സപ്തർഷിമാർ. അപ്പോൾ അവരെ കണ്ടപ്പോൾ അങ്ങനെ ബാലനായ ധ്രുവൻ്റെ സമീപത്തിലേക്ക് സപ്തർഷിമാരെത്തും. ഇവിടെ സപ്തർഷിമാർ എന്തിനാണ് ഈ വനത്തിൽ ഈ യാത്ര എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും, ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, തപസ് ചെയ്ത് പ്രസാദിപ്പിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോവുകയാണ് എന്ന് പറയും. അപ്പോൾ സപ്തർഷിമാർ ചോദിക്കും, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ജീവിതത്തിൽ ഇത്രയും വിരക്തി വരാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് തനിക്ക് ഈ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള അപമാനത്തിൻ്റെ കഥ അങ്ങനെ ധ്രുവൻ സപ്തർഷിമാരോട് പറയും. അപ്പോൾ സപ്തർഷിമാര് ക്ഷത്രിയന്മാർ അത്രയും തന്നെ മനോബലമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പുകഴ്ത്തി പറയും. എന്നിട്ട് പറയും, കഴിഞ്ഞ ജന്മത്തിൽ നീ എന്താണ് വളരെയധികം പണ്ഡിതനും അതുപോലെ വിഷ്ണു ഭക്തനുമായിട്ടുള്ള ഒരു വിപ്രനായിരുന്നു. വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പോൾ ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള, അതായത് അപ്പോൾ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ ഭൗതികപരമായിട്ടുള്ള ഐശ്വര്യങ്ങൾ കണ്ടപ്പോൾ അതിൽ ആകർഷനായിട്ട് എനിക്കും ഒരു രാജകുമാരൻ്റെ ജന്മം വേണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് നീ ഈ ഒരു ജന്മത്തിൽ രാജകുമാരനായിട്ട് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഒരു ഭൗതിക ജീവിതത്തിലെ സുഖദുഃഖങ്ങളെക്കുറിച്ചൊക്കെ നിനക്കിപ്പോൾ ബോധം വന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഭഗവാനോട് ഓരോ ആഗ്രഹങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുമില്ല, അല്ലെങ്കിൽ അവർ അത്രയും നല്ല ഇതിലാണ് കഴിയുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഭഗവാനോട് പറയുന്ന സമയത്ത് ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ വേറൊരു ജന്മത്തിൽ ഭഗവാൻ നമുക്കത് സാധിച്ചു തരും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് വേണ്ടതല്ലായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ പറയുന്നതിനെക്കാട്ടിലും ഭഗവാൻ എന്താണോ നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ എന്താണോ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അത് തരുമെന്ന് നമ്മൾ പറയുമ്പോഴായിരിക്കും ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് മാത്രമേ നല്ലത് വരുള്ളൂ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വീട് വേണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് വേണമെന്ന് തോന്നും, പക്ഷെ നമ്മുടെ മനസ്സിനായിരിക്കും അത് വേണ്ടത്. നമ്മുടെ ആത്മാവിന് ഈ ഭൂമിയിൽ ചിലപ്പോൾ അത് വേണ്ടതല്ലായിരിക്കും. അപ്പം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ എന്താണോ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അത് തരൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഭഗവാന്റെ ഒരു ഉത്തമ അല്ലെങ്കിൽ ഒരു ഭക്തനായിട്ട് നമ്മൾ മാറുക. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ രാജകുമാരനായി വന്ന് പിറന്നത്. പക്ഷേ അതുകൊണ്ട് ധ്രുവന് ദുഃഖം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ പിന്നെ സപ്തർഷിമാർ പറയാണ്, സുഖമുള്ളിടത്ത് ദുഃഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ശാശ്വതങ്ങളല്ല. അപ്പോൾ നമ്മൾ കേവലം അല്പ ആയുസ് മാത്രമുള്ള ആ ദുഃഖത്തിൽ അതിൽ നിന്നുള്ള ഒരു ചെറിയൊരു വിരാമം മാത്രമാണ് സുഖം. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് ആ ഒരു മുക്തി ലഭിക്കുമ്പോൾ കിട്ടണ ഒരു ആനന്ദം, അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ള യഥാർത്ഥ സുഖം എന്ന് സപ്തർഷിമാർ പറഞ്ഞു കൊടുക്കും. അതിനേക്കാളും വലുതായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് വളരെ കുറച്ച് സമയത്തേക്ക് നമുക്ക് സന്തോഷവും സുഖമൊക്കെ തോന്നും. പക്ഷേ അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ദുഃഖത്തിൽ നമ്മൾ പോവും. പക്ഷേ ഭഗവാനോടുള്ള ആ ഒരു ഭക്തി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു
ദുഃഖം നമുക്ക് ഉണ്ടാവും വളരെ കുറച്ചെങ്കിലുമൊക്കെ, പക്ഷെ നമുക്ക് ഒരു ആ ഭഗവാന്റെ ഭക്തി കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഭഗവാൻ സന്തോഷിച്ചാൽ, അദ്ദേഹത്തിനെ ഭജിച്ചിട്ട് അദ്ദേഹം സന്തോഷിച്ചാൽ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ പറഞ്ഞു കൊടുക്കുകയാണ്, നിന്നെ പോലെ ഉത്തമനായിട്ടുള്ള ഭക്തൻ്റെ മുന്നിൽ എന്തായാലും അദ്ദേഹം പ്രസാദിക്കും. അപ്പോൾ ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ടാണ് ഇന്ദ്രദേവന് ദേവേന്ദ്ര പദം ലഭിച്ചിട്ടുള്ളത്. അപ്പം അതുപോലെ ഭഗവാനെ, ആ വാസുദേവനെ ഭജിച്ചാൽ തീർച്ചയായും നിന്റെ ദുഃഖങ്ങളൊക്കെ ശമിക്കും എന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ടുള്ള ധ്രുവനോട് മുനിമാരോട് ചോദിക്കും, അപ്പോൾ ഞാൻ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ ആരാധിക്കുക, അപ്പോൾ എന്ത് മന്ത്രമാണ് ഞാൻ ജപിക്കുക, അപ്പോൾ അതൊന്ന് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ സപ്തർഷിമാർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് നമ്മളെ എപ്പോഴും ഭഗവാനിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ ഈ ഒരു ബാഹ്യ പ്രപഞ്ചത്തിൽ നിന്ന് വേർതിരിച്ചിട്ട് ഭഗവാനിൽ ലയിപ്പിക്കണം. അപ്പോൾ ശുദ്ധമായ ഹൃദയത്തോടും നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയോടും കൂടിയിട്ട് നിഷ്കാമമായിട്ട്, അതായത് ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഓം വാസുദേവായ നമഃ, ഓം നാരായണായ നമഃ, അപ്പോൾ ഇതിലേതെങ്കിലും മന്ത്രം നമ്മൾ ജപിക്കുക. അപ്പോൾ നിന്റെ പിതാമഹനായിട്ടുള്ള സ്വയംഭൂ മനുവിനും കൈവല്യം സിദ്ധിച്ചത് ഈ ഒരു മന്ത്രം ജപിച്ചിട്ടാണ്, അപ്പോൾ നീയും അത് തന്നെ പിന്തുടരണം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് ഭഗവാന്, അല്ലെങ്കിൽ ആ ഭഗവാന്റെ സ്നേഹം, ഭഗവാന്റെ കരുണ നമ്മളിൽ ചൊരിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിഷ്കാമമായിട്ട്, അതായത് നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ ഭഗവാനെ നമ്മൾ ശുദ്ധമായ മനസ്സോടുകൂടി നമ്മുടെ ഹൃദയം തുറന്ന്, ഹൃദയം വിശാലമാക്കിക്കൊണ്ട്, അവിടെ നമ്മൾ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, നെഗറ്റീവ് ഊർജം എന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ അസൂയ, അല്ലെങ്കിൽ നമുക്ക് വെറുപ്പ്, ദേഷ്യം, അഹങ്കാരം, അങ്ങനത്തെ ഒരു ഇതും വെക്കാതെ നമ്മൾ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ ഭഗവാന്റെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളിലും പ്രസാദിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ലതാണെങ്കിൽ ഭഗവാൻ അത് തന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കും. സപ്തർഷികളിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ചിട്ട് ധ്രുവൻ യമുനാ നദീ തീരത്തുള്ള മധുവനം എന്നുള്ള പുണ്യപ്രദേശത്തേക്ക് ഭഗവാനെ തപസ് ചെയ്യാൻ പോവും. അപ്പോൾ അവിടെ മധു എന്നുള്ളൊരു രാക്ഷസൻ വസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വനത്തിന് മധുവനം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കൊടും കാനനത്തിൻ്റെ മധ്യത്തിൽ ധ്രുവൻ അങ്ങനെ ഏകാഗ്രമായ മനസ്സോടെ ഭഗവാനെ മാത്രം ചിന്തിച്ച് ഭഗവാനെ തപസ് ചെയ്യാൻ ആരംഭിക്കും. അപ്പോൾ ആരംഭഘട്ടങ്ങളിൽ ആദ്യം അപൂർവമായിട്ട് മാത്രം കായ്ക്കനികൾ ഭക്ഷിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും ജലം മാത്രം ഭക്ഷിച്ചു, ജലം മാത്രം കുടിച്ച് അങ്ങനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കടന്നു പോയപ്പോൾ പിന്നെ ഭക്ഷണം വെറും വായു മാത്രമായി, വെറും ആ ഒരു ശ്വാസം മാത്രം എടുത്തിട്ട് ഭഗവാനിൽ തപസ്, അങ്ങനെ അത്രയും ശക്തമായിട്ട് തപസ് തുടരാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ടും ഭഗവാൻ അങ്ങനെ പ്രത്യക്ഷമാവണില്ല. അപ്പോൾ എല്ലാ പ്രാണനെയും നിയന്ത്രിച്ചിട്ട് ഓം ശ്രീ നാരായണ നമ എന്നുള്ള പ്രണവ മന്ത്രത്തിൽ സർപ്പവും അധിഷ്ഠിതമാക്കിയിട്ട് പിന്നെയും തപസ് തുടരും. അപ്പോൾ അങ്ങനെ ധ്രുവൻ്റെ തപശക്തി കൊണ്ട് ഭൂമിദേവിക്ക് ധ്രുവൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെയും അങ്ങനെ സമുദ്രങ്ങളൊക്കെ അങ്ങനെ ഇളകി മറയാൻ തുടങ്ങി, പർവ്വതങ്ങളൊക്കെ ഉരുകി ഒലിച്ചു. നിയന്ത്രണം വിട്ടിട്ടുള്ള വായുദേവൻ ധരണിയിലൊക്കെ അങ്ങനെ അതിശക്തമായിട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. അപ്പോൾ ഉദയാസ്തമയങ്ങളൊന്നും തിരിച്ചറിയാത്ത വിധം അങ്ങനെ ആകാശം കാർമേഘങ്ങളും കൊണ്ട് നിറയും. അത്രയും കഠിനമായ തപസ്സാണ് എന്നാണ് അത് പറയണത്. അപ്പോൾ അങ്ങനെ ധ്രുവൻ്റെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ തീരുമാനിക്കും. അപ്പോൾ ദേവന്മാർ അവിടെ ഒരു മായാസിദ്ധി കൊണ്ട് ഒരു സുനീതിയെ സൃഷ്ടിക്കും. അപ്പോൾ ആ മായാസുനീതി ധ്രുവൻ്റെ സമീപത്ത് എത്തിയിട്ട് പലതും പറയും, പിന്തിരിപ്പിക്കാൻ നോക്കും തപസ്സെന്ന്. പക്ഷേ അതൊന്നും ധ്രുവനെ സ്വാധീനിച്ചില്ല. ധ്രുവൻ്റെ മനസ്സ് അത്രയും തന്നെ ഭഗവാനിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പോൾ അതുപോലെ ധ്രുവൻ്റെ തപസ്സിന് ഭംഗം വരുത്താൻ വേണ്ടിയിട്ട് അസുരന്മാർ അങ്ങനെ ധ്രുവൻ്റെ മുന്നിൽ വന്ന് ഭീകര രൂപത്തിൽ അങ്ങനെ നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ക്രൂരന്മാരായിട്ടുള്ള മൃഗങ്ങളുടെ രൂപത്തിൽ വന്ന് ഗർജിക്കും. അങ്ങനെ വിഷ്ണുവിൽ മാത്രം മനസ്സുറപ്പിച്ച ഭഗവാൻ ഇതൊന്നും ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ധ്രുവൻ്റെ തപസ് മുടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ദേവന്മാർ അവസാനം ബ്രഹ്മദേവനെയും അതേപോലെ മഹേശ്വരനെയും അങ്ങനെ മഹാഋഷിമാരെയൊക്കെ കൂട്ടിയിട്ട് വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ കാണാനെത്തി. അങ്ങനെ നമ്മുടെ അത്രയും തന്നെ ആത്മസമർപ്പണമാണ് അവിടെ കാണിക്കുന്നത് ധ്രുവൻ്റെ. എന്ന് വെച്ചാൽ ഭഗവാനിൽ
അത്രയും തന്നെ സമർപ്പണ മനോഭാവത്തോടെ, അതായത് ഭൗതിക ലോകത്തിൽ അല്ലെങ്കിൽ ഒന്നും ചുറ്റിലുള്ളത് ഒന്നും ആ ഒരു ഭഗവാനിനോടുള്ള ഭക്തി, അതായത് അതിനെ ഒന്നിനും പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഇതാണ് ഈ ഒരു കാര്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ഭഗവാനെ അങ്ങനെ വിവരം പറഞ്ഞു ഭഗവാനോട്. അപ്പോൾ എങ്ങനെയെങ്കിലും ധ്രുവരാജകുമാരനെ എങ്ങനെയെങ്കിലും ഈ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ദേവന്മാരെ, ഇത്രയും തന്നെ ലയിച്ചിട്ട് ഭക്തിയോടുകൂടി സർവ്വതും മറന്ന് നിസ്വാർത്ഥമായിട്ട് ഒന്നും ആഗ്രഹിക്കാതെ തപസ് ചെയ്യണ ധ്രുവനിൽ ഞാൻ പ്രസാദിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ശാന്തമായിട്ട് നിങ്ങളുടെ വാസസ്ഥാനങ്ങളിലേക്ക്, നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം തന്നെ ഞാൻ അവന് വരമായിട്ട് നൽകും. അപ്പോൾ അതിലൊന്നും ആശങ്ക വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരോട് പോയിക്കോളാൻ പറയും. അപ്പോൾ അത് കേട്ട് ഇന്ദ്രാദി ദേവന്മാരും ബ്രഹ്മദേവനും മഹേശ്വരന്മാരും ഒക്കെ നാരായണനെ വണങ്ങി അവിടുന്ന് വൈകുണ്ഠത്തിൽ നിന്ന് മടങ്ങും. അപ്പോൾ അങ്ങനെ ഭഗവാൻ, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ആ തപസ്സിൽ സന്തുഷ്ടനായിട്ട് ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ സകല ജീവജാലങ്ങളിലും അധിവസിക്കുന്ന, എന്നാൽ ഭക്തന്മാർക്ക് മാത്രം അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ദർശനീയനായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ ധ്രുവൻ അത്രയും തന്നെ ആനന്ദം കൊണ്ട് ആറാടുക എന്നൊക്കെ പറയും, അത്രയും തന്നെ സന്തോഷമായി. അപ്പോൾ നാരായണ ഭജ, നാരായണ ജയ, നാരായണ ജയ എന്ന് മാത്രം അങ്ങനെ ജപിച്ചിട്ട് ഭഗവാനെ വണങ്ങി നിൽക്കും. അപ്പോൾ ഭഗവാൻ പറയും, അപ്പോൾ സ്വയംഭൂവ മനുവിൻ്റെ പൗത്രനായിട്ടുള്ള നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോൾ നിന്റെ തപസ്സിൽ ഞാൻ അത്യധികം സംപ്രീതനാണ്. അപ്പോൾ അതികഠിനമായ തപസ് കൊണ്ട് നീ എല്ലാവരെക്കാളും ശ്രേഷ്ഠനായിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിനക്ക് എന്ത് വരാണ് വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഭഗവാനെ കണ്ടിട്ട് സ്വയം അങ്ങനെ മറന്നു നിൽക്കുകയാണ്. ഭഗവാൻ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഒന്നും വേണ്ട, എന്താ ഭഗവാൻ ചോദിച്ചാലും അതിനൊന്നും ഉത്തരം പറയാൻ പറ്റണില്ല. കാരണം ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അത്രയും ഒരു എന്താ പറയുക, ഒരു ആനന്ദം അതിൽ ആറാടി. അപ്പം ഇനി ഒന്നും വേണ്ട, അത്രയും സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ ഒന്ന് പരിഭ്രമിച്ചിട്ട് അങ്ങനെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ സ്തുതിക്കുന്നത്? പരമാത്മാവും ജീവാത്മാവുമായി വിചാരിച്ചിരിക്കുന്നത് ആരാണോ അപ്പോൾ ആ ദേവദേവന് നമസ്കാരം. അപ്പോൾ സർവജ്ഞാനിയും സർവവ്യാപിയും പരമാത്മാവുമായ ദേവേശ, ഈ ബാലൻ്റെ നമസ്കാരം അങ്ങ് സ്വീകരിച്ചാലും. അപ്പോൾ സൂര്യനും ചന്ദ്രനും ആകാശവും വായുവും എല്ലാം അങ്ങാണ്. അപ്പോൾ മഹാപ്രഭോ, നശ്വരമായ ഭൗതിക ജീവിതത്തിലെ ഈ ഒരു യാതൊരു സുഖങ്ങളും ഞാൻ ആഗ്രഹിക്കണില്ല. അപ്പോൾ അങ്ങയുടെ പാദങ്ങളിൽ എനിക്ക് അഭയം നൽകിയാൽ മതി. അങ്ങയോടുള്ള നിർവിശേഷമായിട്ടുള്ള ഒടുങ്ങാത്ത ഭക്തി എനിക്ക് പ്രദാനം ചെയ്താലും, ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായ സ്ഥാനം എനിക്ക് നൽകിയാലും ഇതല്ലാതെ വേറൊരു വരവും അതിന് തുല്യമാവില്ല, വേറൊന്നും എനിക്ക് വേണ്ടാമെന്ന് ധ്രുവൻ പറയാണ്. അപ്പോൾ ഭക്തധ്രുവന്റെ സവിശേഷമായ ഭക്തിയിൽ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ പറയും, നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരും എന്ന് പറയും. അപ്പോൾ എന്നാലും എല്ലാ ജീവിക്കും അവരവരുടെ ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള ചില കർത്തവ്യങ്ങളുണ്ട്. അപ്പോൾ ക്ഷത്രിയനായിട്ടുള്ള നീ എന്നെ സ്മരിച്ചുകൊണ്ട് ലോക സാമ്രാട്ടായിട്ട് ഇവിടെ ഭരണം നടത്തണം. അപ്പോൾ മുജ്ജന്മ സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് നീ സ്വയംഭൂവ മനുവിൻ്റെ കുലത്തിൽ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ഷത്രിയധർമ്മത്തിന് യോജിച്ച വിധം നീ ഭരണം നടത്തണം എന്ന് പറയും. അപ്പോൾ ലോകപാലകനായിട്ടുള്ള സപ്തർഷിമാരുടെയും നവഗ്രഹങ്ങളുടെയും ഉത്തരഭാഗത്തായിട്ട് അനശ്വരമായ താരമായി നീ വിളങ്ങും എന്ന് പറയും. അപ്പോൾ ആ നക്ഷത്രം ധ്രുവ നക്ഷത്രം എന്നുള്ള പേരിൽ അറിയപ്പെടും. നിന്റെ മാതാവായിട്ടുള്ള സുനീതിയും അവിടെ തിളങ്ങി നിൽക്കും. അപ്പോൾ ത്രിസന്ധ്യ നേരങ്ങളിൽ നിന്നെ സ്മരിക്കുകയും വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിലൂടെ ലോകത്തിലുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പത്തിൽ മോക്ഷം ലഭിക്കും. നീ ലോകത്തിന് ഒരു വഴികാട്ടിയായിട്ട് മാറുക എന്ന് ഭഗവാൻ പറയും. അപ്പോൾ ഇത് കേട്ടിട്ടുള്ള ധ്രുവൻ ആ ഭഗവാനെ, ആ വിഷ്ണു ഭഗവാനെ വിനീതനായിട്ട് നമസ്കരിക്കും. അങ്ങയുടെ ആജ്ഞ പോലെ, അങ്ങ് പറയുന്നത് പോലെ എന്താണെങ്കിലും സർവവും ഈ ഉള്ളവൻ അനുഷ്ഠിക്കാം. അങ്ങനെ അങ്ങേക്ക് 1000 കോടി പ്രണാമം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ എന്താണോ ആഗ്രഹിച്ചത് അവിടെ അതാണ് ധ്രുവരാജാവിന് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതാണ് ധ്രുവരാജാവിൻ്റെ കഥ. അപ്പം ഇനി ധ്രുവരാജാവിൻ്റെ വംശത്തിനെ കുറിച്ചിട്ടും അങ്ങനെ കഥ ഉണ്ട്. അപ്പോൾ അത് ഇനിയും അങ്ങനെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. അതിൻ്റെ ഒപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഐശ്വര്യത്തോടെ ഇരിക്കാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓം ശ്രീ രാധേ കൃഷ്ണ.